Hi students, welcome to my channel. CS305 Microprocessors and Microcontrollers എന്ന സബ്ജക്റ്റിൻ്റെ KTU എക്സാമിനേഷന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് മൊഡ്യൂൾ വൈസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതാണ്, എങ്ങനെയാണ് സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് ഇത്തിരി ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് ഡയഗ്രാംസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഡയഗ്രാം പ്ലസ് എക്സ്പ്ലനേഷൻ രീതിയിൽ വേണം പഠിച്ചു പോകാൻ. അതുപോലെ തന്നെ സിലബസ് കവർ ചെയ്തത് കൊണ്ട് നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം സിലബസിലുള്ള ടോപ്പിക്കുകൾ അതുപോലെ തന്നെയല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയേഴ്സിലെ റെഫർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ പാറ്റേണിനനുസരിച്ച് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കണേ അതിൻ്റെ ബേസിസിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ വൈസ് എനിക്ക് തോന്നിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 നമുക്കറിയാം, ബേസിക്കായിട്ട് 8086ൻ്റെ ആർക്കിടെക്ചർ, രജിസ്റ്റർ ഓർഗനൈസേഷൻ, മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നത്. അതിലെ ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ആർക്കിടെക്ചർ ഓഫ് 8086 എപ്പോഴും നല്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട്, ഒരു 9 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിഗർ നീറ്റായിട്ട് പഠിക്കുക, ഫിഗർ പ്ലസ് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ നോക്കുക. മാക്സിമം ഒരു 9 മാർക്ക് എന്ന് പറയുമ്പോൾ 4 മാർക്സെങ്കിലും ഫിഗറിന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഫിഗറും എക്സ്പ്ലനേഷനും നോക്കി അത് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുമ്പോൾ 2 രീതിയിലാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരാറ്. മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8086 അറ്റ് ഫിസിക്കൽ ലെവൽ ആൻഡ് ഓൾസോ അറ്റ് ലോജിക്കൽ ലെവൽ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചും ചോദിച്ചിട്ടുണ്ട്. മെമ്മറി ഓർഗനൈസേഷൻ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ലെവൽ അല്ലെങ്കിൽ ലോജിക്കൽ ലെവൽ എന്ന് പറയുന്ന രീതിയിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫിസിക്കൽ ലെവൽ മെമ്മറി ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓഡ് ബാങ്ക്, ഈവൻ ബാങ്ക് കൺസെപ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. മെമ്മറിയിലത്തെ ഓഡ് ബാങ്ക് അഡ്രസ്സുകൾ അതുപോലെ ഈവൻ ബാങ്ക് അഡ്രസ്സുകൾ അതിനെങ്ങനെയാണ് ആക്സസ് ചെയ്യുക, A0 PHE ബാർ എന്ന് പറയുന്ന സിഗ്നലുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഓഡ് ബാങ്ക് അല്ലെങ്കിൽ ഈവൻ ബാങ്ക്, അപ്പർ ബൈറ്റ് അല്ലെങ്കിൽ ലോവർ ബൈറ്റ് അഡ്രസ്സുകളെ എങ്ങനെയാണ് മെമ്മറിയിൽ ആക്സസ് ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കണം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ഇനി ലോജിക്കൽ ലെവലിലുള്ള മെമ്മറി ഓർഗനൈസേഷൻ ആണെങ്കിൽ മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സും അതുപോലെ തന്നെ 4 സെഗ്മെൻറ്റുകൾ, മെമ്മറീനെ 4 സെഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ് ആൻഡ് സ്റ്റാക്ക് സെഗ്മെൻറ്റ്. അപ്പോൾ ആ 4 സെഗ്മെൻറ്റുകളും അതിൻ്റെ കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സും റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ. മെമ്മറി സെഗ്മെൻറ്റേഷൻ ആണ് ലോജിക്കൽ ലെവലിൽ കൂടുതലായിട്ടും നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ്. അപ്പോൾ മെമ്മറി ഓർഗനൈസേഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആൻസർ സ്ക്രിപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ രജിസ്റ്റർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഒരുപാട് രജിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് 8086 പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് ഫ്ലാഗ് രജിസ്റ്ററാണ്. PSW, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് അല്ലെങ്കിൽ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയും. അപ്പം അതിൻ്റെ ഫിഗർ ഉണ്ട്, ഒരു 9 ഫ്ലാഗുകളുണ്ട്. അതിൽ കണ്ടീഷണൽ ഫ്ലാഗുകൾ അതുപോലെ തന്നെ കൺട്രോൾ ഫ്ലാഗുകൾ, അങ്ങനെ 2 സെക്ഷനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഫിഗർ പഠിക്കുക. ഓരോ ബിറ്റും എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു സിംഗിൾ ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു പിക്ചർ ഉണ്ട്. അപ്പോൾ അത് പഠിക്കുക. അതിൽ ഓരോ ഫ്ലാഗുകളുടെയും യൂസ് എന്താണ്, പർപ്പസ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട് 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട്. സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ, എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ, അതുപോലെ തന്നെ സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ. തൊട്ട് മുമ്പ് പറഞ്ഞ മെമ്മറി റിലേറ്റഡ് പറയുകയാണെങ്കിൽ ലോജിക്കൽ ലെവലിലുള്ള, അതായത് മെമ്മറി സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ സെഗ്മെൻറ്റുകളുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ബേസ് അഡ്രസ്സ് കീപ്പ് ചെയ്യാനാണ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. പിന്നെ ജനറലായിട്ട് നല്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഒരു 5 മാർക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ലിസ്റ്റ് ദ രജിസ്റ്റർ സെറ്റ് ഓഫ് 8086 എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ PSW ലിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് പറയണം. പോയിൻ്റർ രജിസ്റ്റേഴ്സ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ, ബേസ് പോയിൻ്റർ, സ്റ്റാക്ക് പോയിൻ്റർ, സോഴ്സ് ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്, അങ്ങനെയുള്ള ഓഫ്സെറ്റുകൾ കീപ്പ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്, ഇവരെ എല്ലാവരെയും കുറിച്ചിട്ട് ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ 8086ഉം 8088ഉം തമ്മിലുള്ള കമ്പാരിസൺ വരാറുണ്ട്. അതുപോലെ 8088ൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ദെൻ പിൻ ഡയഗ്രാം എന്ന് പറയുന്ന സെക്ഷൻ, ഇപ്പോൾ 8086ൻ്റെ പിൻ ഡയഗ്രാം നമുക്ക് സിലബസിൽ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല, പക്ഷേ
പിന്നുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഇപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും പിന്ന് തരും, ഇപ്പോൾ റീസെറ്റ്, റെഡി, അങ്ങനെയൊക്കെയുള്ള ലോക്ക്, അങ്ങനെയുള്ള സിഗ്നലുകൾ. അത് മെയിനായിട്ടും മിനിമം മോഡിലും മാക്സിമം മോഡിലും വേരിയേഷൻ കാണിക്കുന്ന സിഗ്നലുകളാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചില സിഗ്നൽ മിനിമം മോഡിലില്ല, ചില സിഗ്നലും മാക്സിമം മോഡിലില്ല. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് സിഗ്നൽസാണ് മിനിമം മോഡിലും മാക്സിമം മോഡിലും നെയിം ചേഞ്ചായി വരുന്നത്. അപ്പോൾ ആ സിഗ്നലുകളാണ് മെയിനായിട്ട് ചോദിച്ച് കണ്ടിരിക്കണേ. അപ്പോൾ പിൻ ഡയഗ്രം എന്ന് പറയുന്ന പൊസിഷനിൽ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരാറ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പിന്നുകൾ ഏതാണോ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ QS0, QS1 എന്നൊക്കെ പറയുന്ന രജിസ്റ്റേഴ്സ്, സ്റ്റാറ്റസ് പിന്നുകളുടെ യൂസ് എന്താ, അങ്ങനെ കമ്പയർ ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ദെൻ ടൈമിംഗ് ഡയഗ്രം എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം മോഡിലുള്ള 8086ൻ്റെ റീഡ് സൈക്കിളിൻ്റെ ടൈമിംഗ് ഡയഗ്രം അല്ലെങ്കിൽ റൈറ്റ് സൈക്കിളിൻ്റെ ടൈമിംഗ് ഡയഗ്രം. അതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരു ഇയറിൽ റീഡ് സൈക്കിളാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ റൈറ്റ് സൈക്കിൾ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. അഡ്രസ് ലാച്ച് എനേബിൾ എയർലി എന്ന് പറയുന്ന സിഗ്നൽ എങ്ങനെയാണ്, സ്റ്റാറ്റസ് സിഗ്നൽസ് എങ്ങനെയാണ്, ഡാറ്റ ലൈൻസ് എങ്ങനെയാണ്, അഡ്രസ് ലൈൻസ് എങ്ങനെയാണ്, അത് എപ്പോഴാണ് ഏത് ക്ലോക്ക് സൈക്കിളിലാണ് അത് എനേബിൾ ആവണതും ഡിസേബിൾ ആവണതും, അല്ലെങ്കിൽ ഹൈ ആവണത് ലോ ആവണത്, അതാണ് ആ ഡയഗ്രത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രത്തിന് ബേസ് ചെയ്തിട്ടൊരു വീഡിയോ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. ദെൻ മൊഡ്യൂൾ 2 കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഇൻ ദ സെൻസ് നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറില്ല. അതായത് ഇപ്പോൾ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ക് ഔട്ട് ചെയ്ത് അവർ പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതായിരിക്കണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. PQ ആവാം, ഓഫ്സെറ്റ് ആവാം, അസ്യൂം ആവാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ അസംബ്ലർ ഡയറക്റ്റീവ്സും കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്ന ഒരു ജനറലൈസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് അറിയില്ലാത്തൊരു കേസാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളൊരു മൊഡ്യൂളാണ് ഈ മൊഡ്യൂൾ 2. അഡ്രസ്സിങ് മോഡ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിങ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്, രജിസ്റ്റർ അഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞ് പിക്ക് ഔട്ട് ചെയ്ത് ചോദിക്കും. അപ്പോൾ ആ ചോദിച്ചിരിക്കുന്ന അഡ്രസ്സിങ് മോഡ് ഏതാണോ അത് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ നല്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അഡ്രസ്സിങ് മോഡുകളെല്ലാം വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ജനറലൈസ് ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സിങ് മോഡ് ഇത്തിരി കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. കാരണം അത് A പാർട്ടിലും വരാം, B പാർട്ടിലും വരാം. അഡ്രസ്സിങ് മോഡ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയാലും അസംബ്ലർ ഡയറക്റ്റീവ്സ് ആയാലും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. ഒരു 3 അസംബ്ലർ ഡയറക്റ്റീവ് പറയും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഒരു 6 ഇൻസ്ട്രക്ഷൻസ് പറയും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ്. പിന്നെ മാക്രോയും സബ് റൂട്ടിനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഈ മൊഡ്യൂളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം. അത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഇയറിലും ചോദിക്കാറുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻ അതിൻ്റെ മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് തന്നിരിക്കണേ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഓഫ്സെറ്റ് കീപ്പ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്കതിൻ്റെ ജസ്റ്റ് ആഡ് ചെയ്ത് അഡ്രസ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ ചെയ്യാൻ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. അപ്പോൾ അത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് ഷുവറായിട്ടും കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മൊഡ്യൂൾ 3 കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബേസിക്കലി ഒരു ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂളാണ്. ഇൻ്ററപ്റ്റ് എന്ന് പറയുന്നത് 8086 ഇൻ്ററപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഒരു മൊഡ്യൂൾ പറഞ്ഞു പോകുന്നത്. ഇത് സ്റ്റാർട്ട് ടു എൻഡ് ഇൻ്ററപ്റ്റ് എന്താണ്, ഇൻ്ററപ്റ്റിൻ്റെ ടൈപ്സ്, ഇൻ്ററപ്റ്റ് സർവീസ് റൂട്ടിംഗ്, ഇൻ്ററപ്റ്റ് വെക്റ്റർ ടേബിൾ, പിന്നെ ഇൻ്ററപ്റ്റ് ഹാൻഡ്ലിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 8086 യൂസ് ചെയ്യുന്ന ഒരു IC. ഇത്രയാണ് ഈ മൊഡ്യൂളിൽ വരുന്ന മെയിൻ ടോപ്പിക്സ്. അതിൽ മെയിനായിട്ട് ചോദിച്ച് കാണാറുള്ളത് ടൈപ്സ് ഓഫ് ഇൻ്ററപ്റ്റ്. ടൈപ്സ് ഓഫ് ഇൻ്ററപ്റ്റ് എന്ന് ചോദിച്ചാൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ ഹാർഡ്വെയറിൽ തന്നെ NMI ഉണ്ട്, നോൺ മാസ്കബിൾ ആൻഡ് മാസ്കബിൾ ഇൻ്ററപ്റ്റ്, INTR എന്ന് പറയുന്ന മാസ്കബിൾ ഇൻ്ററപ്റ്റ്.
ഇതാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുക. ഇനി അതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 അങ്ങനെ ടൈപ്പ് 4 എന്ന് പറയുന്നതാണ് ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ്. ആ 5 എന്താണ്, അതിൻ്റെ നെയിം എങ്ങനെയാണ്, നെയിമിങ് എങ്ങനെയാണെന്നുള്ളതാണ്, അത് ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ്സ് എന്നാണ് ചോദിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ 5 പറയേണ്ടത്. ചുമ്മാ ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റും സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇൻ്ററപ്റ്റ് സൈക്കിൾ അതുപോലെ തന്നെ അക്നോളജ്മെൻറ്റ് സൈക്കിൾ ചോദിക്കാറുണ്ട്. അത് ഫിഗറാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇൻ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് 8086 പ്രോസസ്സർ അതിനെ അക്നോളജ് ചെയ്യുക. അപ്പോൾ ഇൻ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. എങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഇൻ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, കറണ്ട് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും, അതിനുശേഷം വന്നിരിക്കുന്ന ഇൻ്ററപ്റ്റിൻ്റെ പ്രയോറിറ്റി ചെക്ക് ചെയ്യും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഇൻ്ററപ്റ്റ് സൈക്കിൾ അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് സൈക്കിളായിട്ട് അതിനൊന്ന് മാറ്റുക. ആ ഒരു ഇൻ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു പാർട്ട് മാത്രമാണ് നമുക്ക് അക്നോളജ്മെൻറ്റ് സൈക്കിൾ. ഇത് ഇൻ്ററപ്റ്റ് റിസീവായി തിരിച്ച് ആ ഇൻ്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാമെന്ന് പ്രോസസ്സർ അക്നോളജ് ചെയ്യുന്ന സ്റ്റേജ് വരെയാണ് അക്നോളജ്മെൻറ്റ് സൈക്കിൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻ്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് സെക്ഷൻ ഉണ്ട്. ISRൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്ന സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അപ്പോൾ മൊത്തമായിട്ട് പഠിച്ച ISR പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്ററപ്റ്റ് ഹാൻഡ്ലിങ്ങും എങ്ങനെയാണ് മെക്കാനിസം കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പാർട്ടായിട്ട് ഇൻ്ററപ്റ്റ് സൈക്കിൾ വന്നാലും അക്നോളജ്മെൻറ്റ് സൈക്കിൾ വന്നാലും വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇൻ്ററപ്റ്റ് ഹാൻഡ്ലിങ് മെക്കാനിസം എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ടായിട്ടും എക്സ്പ്ലനേഷനായിട്ടും പഠിക്കുക. ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അക്നോളജ്മെൻറ്റ് സൈക്കിളിലൊക്കെ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ അറിയണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേസും. അപ്പോൾ എങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കണേ അതുപോലെ വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ രണ്ടും പഠിച്ചേക്കുക, ഫിഗറും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും. ദെൻ ഇൻ്ററപ്റ്റ് വെക്ടർ ടേബിൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ മൊഡ്യൂളിലെ ഇൻ്ററപ്റ്റ് വെക്ടർ ടേബിൾ. അതിൻ്റെ ഒരു ഡയഗ്രം ഉണ്ട്. ഇൻ്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് നമ്മുടെ ഇൻ്ററപ്റ്റുകളുടെ എല്ലാം ഓരോ ഇൻ്ററപ്റ്റ് വരുമ്പോഴും അതിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യണ ബേസ് അഡ്രസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സും കീപ്പ് ചെയ്യണ ഒരു ഇൻഡെക്സ് ആണ്. ഒരു ഇൻഡെക്സ് ഒരു ബുക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇൻഡെക്സ് നോക്കുന്നത് പോലെ നമുക്ക് ആ ഒരു ഇൻ്ററപ്റ്റുകളിലേക്ക് എത്താനുള്ള അഡ്രസ്സുകൾ മൊത്തം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ഇൻ്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഈ ടേബിളിൻ്റെ ഉള്ളിൽ ഓരോ ഇൻ്ററപ്റ്റിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ ഇൻ്ററപ്റ്റ് വെക്ടർ ടേബിൾ എങ്ങനെയാണ്, അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിലൊരു ഷുവർ ക്വസ്റ്റ്യൻ, ഒരു 9 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യനാണ് 8259 ആർക്കിടെക്ചർ. 8259 എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളിനെ നമുക്ക് 2 പാർട്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ഈ PIC, പെരിഫറൽ ഇൻ്ററപ്റ്റ് കൺട്രോളർ എന്ന് പറയുന്ന ICയുടെ ക്വസ്റ്റ്യൻ. അത് ആർക്കിടെക്ചർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ആ ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. ബാക്കിയൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് പാർട്ട് എയിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ടൈപ്സ് ഓഫ് ഇൻ്ററപ്റ്റും പിന്നെ വേറെ ഇൻ്ററപ്റ്റ് സൈക്കിളുകളൊക്കെ ആണെങ്കിൽ 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇൻ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ PIC, പെരിഫറൽ ഇൻ്ററപ്റ്റ് കൺട്രോളർ 8259 അതും ചോദിക്കാറുണ്ട്. മൊഡ്യൂൾ 4 മൊഡ്യൂൾ 2 ബേസ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. മൊഡ്യൂള് എൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇതിൽ 3 ICകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 8255, 8279 അതുപോലെ 8257. അപ്പോൾ ഈ 3 ICകളുടെയും ആർക്കിടെക്ചർ ഉണ്ട്, ഓപ്പറേഷൻ മോഡ് ഉണ്ട്, അതിൻ്റെ കൺട്രോൾ വേർഡ് ഫോർമാറ്റ് ഉണ്ട്. അല്ലെ കൺട്രോൾ വേർഡ് ഫോർമാറ്റ് 8255 ആണ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത്. മറ്റേതിൻ്റെ രണ്ടിലും ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ അറിഞ്ഞാൽ മതി എന്നാണ് സിലബസിൽ തന്നെ പറഞ്ഞിരിക്കണത്. പക്ഷേ ഇതിൽ ഒരുപാട് ആർക്കിടെക്ചർ ഉണ്ട്. പക്ഷേ ഈ 8255ൻ്റെ മാത്രമാണ് ആർക്കിടെക്ചർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആർക്കിടെക്ചറുകളൊന്നും 8279 ആയാലും 8257 ആയാലും ആർക്കിടെക്ചർ ഇതുവരെ ചോദിച്ചിട്ടില്ല. 8257ൻ്റെയും ഫീച്ചേഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. പക്ഷേ സിലബസിൽ അത് ടോപ്പിക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ICകൾ നമുക്ക് മൊത്തം 5 IC ആണ് ഈ സബ്ജക്റ്റിൽ ഫുള്ളി കവർ ചെയ്യാനുള്ള. 3rd മൊഡ്യൂളിൽ ഒരു IC ഉണ്ട്, 4th മൊഡ്യൂളിൽ 3 IC ഉണ്ട്, 6th മൊഡ്യൂളിൽ ഒരു IC ഉണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് 5 ICകൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ 3rd മൊഡ്യൂളിലെ IC എന്തായാലും ഷുവർ ക്വസ്റ്റ്യനാണ്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 6th മൊഡ്യൂളിലത്തെ ICയും ഇമ്പോർട്ടൻ്റ് ആണ്, അതും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അതും എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 4th മൊഡ്യൂളിലാണ് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ 8255
സ്കിപ്പ് ചെയ്യാതിരിക്കുക. ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ 8279 8257 പഠിച്ചില്ലെങ്കിലും ഇഷ്യൂ ഇല്ല. 8255 ആർക്കിടെക്ചർ ഒന്ന് പഠിച്ചേക്കുക, അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതിൻ്റെ ഓപ്പറേഷൻ മോഡോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കൺട്രോൾ വേർഡ് ഫോർമാറ്റൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ആർക്കിടെക്ചർ 8255 മാത്രമാണ് ഈ മൊഡ്യൂളിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ മൊഡ്യൂൾ കവർ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാം ഐസിയ, എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. എക്സ്പ്ലനേഷൻ വരുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ സെയിം ആയിട്ട് വരും. അപ്പോൾ ഒരെണ്ണം പഠിക്കുമ്പോൾ അടുത്തത് പഠിക്കുമ്പോൾ നമുക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 8255 ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതാണ് ഡീറ്റെയിൽഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ എന്തായാലും പഠിക്കുക. ബാക്കി രണ്ടെണ്ണം നോക്കിയിട്ട് എങ്ങനെയാണ് പറ്റുന്നവർ മാത്രം പഠിക്കുക. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂൾ 5 and 6 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ആദ്യത്തെ 4 മൊഡ്യൂളാണ് നമുക്ക് മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്ന സെക്ഷനെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ 8086 4 മൊഡ്യൂളും 8051 റിലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ കൺട്രോളർ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 മൊഡ്യൂളും. അപ്പോൾ 5ഉം 6ഉം എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂളാണെന്ന് തന്നെ പറയാം. തൊട്ട് മുമ്പത്തെ 4 മൊഡ്യൂൾ പഠിക്കാത്തൊരു കുട്ടിക്ക് വേണമെങ്കിലും 5 and 6 മൊഡ്യൂൾ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ എല്ലാവരും തന്നെ, അതായത് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ 5 and 6 കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം ഇതിലൊരു 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് കിട്ടും. അപ്പോൾ ഇതിലത്തെ ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ടോപ്പിക്കും കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പാസ് മാർക്കിനുള്ളത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 മൊഡ്യൂൾ കംപ്ലീറ്റ് പഠിക്കുക. പിന്നെ ആദ്യത്തെ 4 മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഇത്തിരി ഈസിയർ ആയിട്ട് തോന്നുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതാണോ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ IC പഠിക്കുക, അല്ലെങ്കിൽ ടൈമിംഗ് ഡയഗ്രാം പഠിക്കുക, ഫസ്റ്റ് മൊഡ്യൂളിലെ മെമ്മറി സെഗ്മെൻറ്റേഷൻ പഠിക്കുക. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് 5ഉം 6ഉം കംപ്ലീറ്റ്ലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. അതിൽ മൊഡ്യൂൾ 5ലും 6ൻ്റെയും വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും ജനറലൈസ് ചെയ്തിട്ടാണ് ചോദിക്കുകയുള്ളൂ. അത് 5 മാർക്സോ 10 മാർക്സിൻ്റെയോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഡയറക്റ്റ്ലി ചോദിക്കുകയാണ്. അത് റിപ്പീറ്റഡ് ആണ്, എല്ലാ ഇയേഴ്സിലും സെയിം തന്നെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനും ടോപ്പിക്ക് കവർ ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഒരു ഹാഫ്, 5th മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ആ സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വരാറുണ്ട്. മൈക്രോ കൺട്രോളർ എന്താ, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള ഡിഫറൻസ്, ഒരു മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള സെലക്ഷൻ ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിൻ്റെ ടൈപ്സ്. ഈ 3 ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. സെലക്ഷൻ ക്രൈറ്റീരിയ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ കവർ ചെയ്താൽ നമുക്ക് 4-5 മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഓഫ് 8051 അതും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും വന്ന് കണ്ടിട്ടില്ലെങ്കിലും ആർക്കിടെക്ചർ ഓഫ് 8051 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഫിഗർ പഠിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. അപ്പോൾ അതിൽ 8051 ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ ഫിഗർ ഇത്തിരി ലെങ്തി ഫിഗറാണ്, ഇത്തിരി കുറേ ബ്ലോക്കുകളുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാതെ ആ ഡയഗ്രത്തിനെ ഒരു 4 പാർട്ടാക്കി ആ പാർട്ടിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. ബേസിക്കലി അതിൻ്റെ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് അതൊരു സെക്ഷനായിട്ട് പറയുക, അതിൻ്റെ പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയുക, പിന്നെ മെമ്മറീനെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്കഷൻ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറച്ച് സിഗ്നലുകളുണ്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള EA ബാർ PSEN എന്നൊക്കെ പറഞ്ഞ കുറച്ച് സിഗ്നലുകൾ ഇതിനെ കൺട്രോൾ സിസ്റ്റം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു 4 ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. ഒരുപാട് ലെങ്തി എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് ബ്രീഫായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. പക്ഷേ 8086 പറഞ്ഞതുപോലെ ഇവിടെ മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സിംഗിൾ ക്വസ്റ്റ്യൻ വരാറില്ല. മെയിനായിട്ടും 2 ടൈപ്പ് മെമ്മറീനെ കുറിച്ചാണ് പറഞ്ഞു പോണേ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പോൾ 8051 തന്നെ ഒരു ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്, അത് പുറത്ത് നമുക്ക് എക്സ്റ്റേണലി മെമ്മറി കണക്ട് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് പഠിക്കുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വരാറ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക. ജസ്റ്റ് മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പഠിച്ചു പോവാതെ ഡാറ്റ മെമ്മറി, പ്രോഗ്രാം മെമ്മറി എന്ന് പറഞ്ഞാൽ 2 കൺസെപ്റ്റാക്കി പഠിക്കുക. ഡാറ്റ മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് RAM ആണ്, പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് ROM ആണ്. 8051 തന്നെ ROM മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ RAM മെമ്മറി ഉണ്ട്. ഇതിൽ രണ്ടും തന്നെ ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻറ്റേർണൽ RAM ഓർഗനൈസേഷൻ മാത്രം ചോദിച്ചിട്ടുണ്ട്, എക്സ്റ്റേണൽ RAM ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി ഓർഗനൈസേഷൻ. ഇൻറ്റേർണൽ മെമ്മറി ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ റാമിനെ കുറിച്ചും പറയണം, ഇൻറ്റേർണൽ റോമിനെ കുറിച്ചും പറയണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്ത് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണോ അതിനനുസരിച്ച് എഴുതുക. അതും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്ന് കണ്ടിട്ടുള്ളത്.
പിന്നെ രജിസ്റ്റർ ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്. 8051 രജിസ്റ്റർ ബാങ്കുകൾ, R0 to R7 വരെയുള്ള രജിസ്റ്റേഴ്സ്, PSW, SFR, അങ്ങനെ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് രജിസ്റ്റർ സെറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് PSW, അതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് അത് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ SFR ലിസ്റ്റ് ചെയ്യാൻ, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. അപ്പോൾ എല്ലാ രജിസ്റ്റേഴ്സും വാരി വലിച്ച് പഠിക്കാതെ ഈ 2 ടോപ്പിക്കാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കണേ. അപ്പോൾ അതിൽ ഇത്തിരിയും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ അതുപോലെ ഇൻ്ററപ്റ്റും സ്റ്റാക്കും. ഇൻ്ററപ്റ്റ് 8086 പഠിച്ചതുപോലെ ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കല്ല 8051 ഇൻ്ററപ്റ്റ്. അതിലെ ടൈപ്സ് ഓഫ് ഇൻ്ററപ്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ പ്രയോറിറ്റി പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഇൻ്ററപ്റ്റ് 8051 ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഞാനത് കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻ്ററപ്റ്റ് ഏതാ, ടൈപ്സ് ഓഫ് ഇൻ്ററപ്റ്റുകൾ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രയോറിറ്റി എങ്ങനെയാണ്, ഇൻ്ററപ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റർ ഇൻ്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്ററും അതുപോലെ ഇൻ്ററപ്റ്റ് എനേബിൾ രജിസ്റ്ററും. ആ രജിസ്റ്റേഴ്സിൻ്റെ പർപ്പസ് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടേ വരാറുള്ളൂ. അതുപോലെ സ്റ്റാക്ക്, ഇവിടെ സ്റ്റാക്ക് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. 8086 കമ്പയർ ചെയ്ത് ചോദിക്കാറുണ്ട്. അതായത് 8086 സ്റ്റാക്കും 8051 സ്റ്റാക്കിൻ്റെയും വർക്കിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, ഇവിടുത്തെ സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ സൈസ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, പുഷും പോപ്പും എങ്ങനെയാണെന്ന് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ 8086 8051 സ്റ്റാക്കിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 8051 സ്റ്റാക്ക് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റ് ആവുകയും പോപ്പ് ചെയ്യുമ്പോൾ ഡിക്രിമെൻ്റ് ആവുകയാണ്. ഇതിൻ്റെ നേരെ റിവേഴ്സാണ് 8086 നടക്കുന്നത്. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഡിക്രിമെൻ്റ് ആവും, പോപ്പ് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ അതിൻ്റെ ആ വർക്കിങ്ങിലുള്ള ഡിഫറൻസ് ആണ്. മെമ്മറി അഡ്രസ്സ് ഇൻക്രിമെൻ്റ് ആവുകയാണോ മെമ്മറി അഡ്രസ്സ് ഡിക്രിമെൻ്റ് ആവുകയാണോ എന്നുള്ളതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പഠിക്കുക. അപ്പോൾ സ്റ്റാക്ക് പഠിക്കുമ്പോൾ 8086 സ്റ്റാക്കും പഠിക്കുക, 8051 സ്റ്റാക്കും പഠിക്കുക. എന്നാലാണ് നമുക്ക് ആ കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ എപ്പോഴും ചോദിക്കാറുണ്ട് മൊഡ്യൂൾ 5. അപ്പോൾ ഇതൊക്കെ എല്ലാ ടോപ്പിക്കും മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. നമ്മൾ മൊഡ്യൂളുകൾ സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ 5 and 6 മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കുക. എല്ലാ ടോപ്പിക്കുകളും തന്നെ കവർ ചെയ്യാൻ നോക്കുക. ദെൻ മൊഡ്യൂൾ 6, ഇതിലത്തെ ടോപ്പിക്കുകളാണെങ്കിലും ജനറലൈസ് തന്നെ ചോദിക്കാറ്. മൊഡ്യൂൾ 6 പഠിക്കാൻ ടോപ്പിക്കുകളും കുറവേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാറുണ്ട്. അഡ്രസ്സിങ് മോഡ്സ് ഓഫ് 8051 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു 6 ടൈപ്പ് നമുക്ക് പറയാനുള്ളൂ. ആ 6 ടൈപ്പ് വിത്ത് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ 10 മാർക്ക് ഷുവറാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം. 8086 ചോദിച്ചതുപോലെ ഇൻസ്ട്രക്ഷൻസ് അവർ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയല്ല. കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആ ടൈപ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതൊന്ന് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ ഒരു എക്സാമ്പിളും വെച്ച് പഠിക്കുകയാണെങ്കിൽ ജനറലൈസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈമറാണ്. IC 6th മൊഡ്യൂളിൽ IC 8253/8254 IC. ഈ ICയുടെ തന്നെ ആർക്കിടെക്ചറും അതുപോലെ ഓപ്പറേഷൻ മോഡും 2 കൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കാറുണ്ട്. ആർക്കിടെക്ചർ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ കാണുന്നുണ്ട്. ഓപ്പറേഷൻ മോഡ് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല, എങ്കിൽ പോലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പാർട്ട് ആയിട്ട് ചോദിക്കാറുണ്ട്. സ്പ്ലിറ്റപ്പ് ചെയ്തിരിക്കും. PSWവും ഓപ്പറേഷൻ മോഡ് ഓഫ് 8253 അങ്ങനെയൊക്കെ കവർ ചെയ്ത് 2 കൂടി 10 മാർക്ക് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 6th മൊഡ്യൂളിൽ ആകെ 4 ടോപ്പിക്ക് പഠിക്കാനുള്ളൂ. ബാക്കി പ്രോഗ്രാമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളത് ഉണ്ടാവും. അപ്പോൾ ആകെ 4 ടോപ്പിക്കുള്ളൂ 6th മൊഡ്യൂളിൽ. ഈ 4 ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് 4 കവർ ചെയ്ത് പഠിക്കാം. ഇത്രയാണ് ഏകദേശം ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ. അപ്പോൾ അതിൽ 5ഉം 6ഉം എല്ലാ ടോപ്പിക്കും തന്നെ കവർ ചെയ്യാൻ നോക്കുക. കാരണം അതിൽ നിന്ന് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഒക്കെ ഡയറക്റ്റായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഡയഗ്രാം അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ 1 and 3 മൊഡ്യൂളുകൾ കുറേയും കൂടി എളുപ്പമാണ് 2നെയും 4നെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സെക്കൻഡ് മൊഡ്യൂൾ ടഫ് എന്നല്ല, പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വരാറില്ല. അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന
ഡാറ്റാസ് വേണ്ടി വരും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ എല്ലാം കവർ ചെയ്യാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. 1 and 3 മൊഡ്യൂളുകളിലുള്ള തേർഡ് മൊഡ്യൂളിലുള്ള IC, അതുപോലെ ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്കുകൾ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ മെമ്മറി ഓർഗനൈസേഷനിൽ തന്നെ ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, അവിടുത്തെ PSW, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാനായിട്ടുള്ളൊരു മാർക്ക് ഒരു 40-45 മാർക്സിൻ്റെ അടുത്ത് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സപ്ലിയുള്ള കുട്ടികളാണെങ്കിലും ഇത്തവണ റെഗുലർ എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിലും റെഗുലർ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഒരു 30-32 മാർക്സ് സ്കോർ ചെയ്താൽ മതി. അപ്പോൾ 5 and 6 നല്ല രീതിയിൽ നോക്കുക. വേറൊരു 2 മൊഡ്യൂള് ഏകദേശം ഒന്ന് ഐഡിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പാസ്സാവുന്നൊരു പേപ്പറാണ്. ഒക്കെ എന്താ പറയുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരും. ഒരുപാട് ടഫായിട്ടോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക, പാസ്സാവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.